ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും സമൃദ്ധിയും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ ഓരോന്നും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഓരോ ആവശ്യത്തിനു വേണ്ടിയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കും. നിങ്ങളുടെ ഏത് അവസ്ഥയിലും ഭയപ്പെടാതെ ധൈര്യം അവലംബിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന ശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നാം തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, കടബാധ്യതകൾ കൂടുമ്പോൾ, സാമ്പത്തികമായി ഉയരാൻ സാധിക്കുന്നില്ല, ഏതിലും എപ്പോഴും കടം വാങ്ങിയുള്ള ജീവിതം, ഈ ജീവിതത്തിന് ഒരു മാറ്റം വരാൻ ആഗ്രഹിക്കുക. ഇനി കടം വാങ്ങുകയില്ല എന്ന ഒരു ആഗ്രഹം ആദ്യമേ തന്നെ മനസ്സിൽ കൊണ്ടുവരിക. കടബാധ്യതയുള്ളവർ കടം വാങ്ങാതെ ഇനി മുതൽ ജീവിക്കും എന്ന് നിങ്ങൾ മനസ്സിൽ ഒരു തീരുമാനമെടുക്കുക. ആ തീരുമാനം ദൈവത്തോട് ഏറ്റുപറയുക. കർത്താവേ, കടം വാങ്ങാതെ ഉള്ള സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് കർത്താവിനോട് ഏറ്റുപറയുക. ധാരാളം പേർ കടം കിട്ടുന്നതുകൊണ്ട് കടം വാങ്ങി തന്നെ ജീവിക്കുന്ന സ്വഭാവമുള്ളവരുമുണ്ട്. അതിനാൽ നിങ്ങളൊരു തീരുമാനമെടുക്കുക. ഞാൻ കടമില്ലാതെ ഞാൻ ജീവിക്കും, ഞാൻ അധ്വാനിക്കും. എൻ്റെ കർത്താവ് എൻ്റെ അധ്വാന ഫലം ഇരട്ടിയാക്കിത്തരും. അതിനാൽ എൻ്റെ കർത്താവിൽ ഞാൻ ഏറ്റുപറയുന്നു, ഇനി ഞാൻ കടം വാങ്ങാതെ ജീവിക്കും. അത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുക. കടം കൊടുക്കാനുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ കർത്താവിനോട് പറയുക, എൻ്റെ കർത്താവേ, എന്നെ കടം തന്ന് പണവും മറ്റ് എന്തെങ്കിലും കടമായി തന്ന് എന്നെ സഹായിച്ച, എൻ്റെ ആവശ്യ നേരത്ത് സഹായിച്ചവരെ നീ കൈവിടരുതേ. എന്നെ സഹായിച്ച ആ സഹോദരീ സഹോദരന്മാരെ ഇന്ന് അവരുടെ പ്രതിസന്ധിയിൽ നീ 100 ഇരട്ടിയായി അവരെ സഹായിക്കണമേ എന്ന് അവർക്കു വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. കടബാധ്യതയുള്ള എല്ലാവർക്കും കർത്താവ് അതിൽ നിന്നും മോചനം നൽകാൻ നമ്മുടെ അധ്വാനത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കടം വാങ്ങാതെയുള്ള ഒരു ജീവിതം നിങ്ങൾ സ്വപ്നം കാണുക. നിങ്ങൾ അധ്വാനിക്കുന്നത് എല്ലാം ദൈവം ഇരട്ടി പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ, പ്രത്യേകമായി സാമ്പത്തിക ആവശ്യങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ കടം കൊടുക്കാനുള്ളവരെ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഇന്ന് അവർക്ക് ഓരോരുത്തർക്കു വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളിൽ നിന്ന് കടം വാങ്ങിയവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവർ ഒരുപക്ഷെ തന്നില്ല എങ്കിലും നിങ്ങൾ അവരെ വെറുക്കാതെ, അവരെ ശപിക്കാതെ, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, അവരോട് കരുണ കാണിക്കണമേ. എനിക്ക് കിട്ടാനുള്ളത് ഒരുപക്ഷെ അവരിൽ നിന്നല്ലായിരിക്കാം, നിന്നിൽ നിന്നായിരിക്കാം. എന്തായാലും എൻ്റെ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നത് കൊണ്ട് എനിക്ക് കിട്ടാനുള്ളത് ഒന്നും തന്നെ നഷ്ടപ്പെടുകയില്ല. അതേതെങ്കിലും രീതിയിൽ എൻ്റെ കർത്താവ് എനിക്ക് നൽകും. അവിടുന്ന് എൻ്റെ കടം വീട്ടും എന്ന വിശ്വാസത്തിൽ ഇന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് സങ്കീർത്തനം 23 നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 23 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു.
എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ്സ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളെ, സാമ്പത്തിക ദുരിതങ്ങളെ, കടബാധ്യതകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരികെ അടയ്ക്കാൻ കഴിയാതെ വീടും സ്ഥലവും ജപ്തിയാകാൻ പോകുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, പല സ്ഥലങ്ങളിൽ നിന്ന് കടം വാങ്ങി ഇനി കടത്തിൽ നിന്നൊരു മോചനമില്ലാത്ത പോലെ ജീവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഇവർ കടം കൊടുത്ത് ആരും തിരികെ കൊടുക്കാത്തതുകൊണ്ട് ദാരിദ്ര്യത്തിലായ, പട്ടിണിയിലായ എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, മക്കളുടെ ഫീസ് കൊടുക്കാൻ, മക്കളുടെ വിവാഹം നടത്താൻ, മക്കൾക്ക് നല്ലൊരു ജോലിയിലെത്തിക്കാൻ ഒന്നിനും കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് മനസ്സിന് വേദന അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. വീട് പണി തുടങ്ങി പണമില്ലാത്തത് കാരണം അത് പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിനാൽ വിഷമിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, രോഗികളായിരിക്കുന്നവർക്ക് കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് ചികിത്സ തന്നെ നീട്ടിവെക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, സമ്പത്തിൻ്റെ ഉടയവനായ ദൈവമേ, അങ്ങയിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ സമ്പത്തിൻ്റെ ഇടയനും നാഥനുമായി അങ്ങയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ സമ്പത്തിന്മേൽ നിൻ്റെ കരം വെക്കണമേ. ഞങ്ങളുടെ സമ്പത്തിനെ, വരുമാന മാർഗത്തെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജോലി മേഖലയെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ തകർന്നു പോയ വരുമാന മാർഗത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, നിനക്കെല്ലാം സാധ്യമാണ്. ഞങ്ങളുടെ വീട്ടു ചെലവ്, ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ കാര്യങ്ങൾ, ഇവയൊന്നും സാധിക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ലാത്തതിനാൽ എൻ്റെ ദൈവമേ, നിരാശയിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നീ തന്നെ ഞങ്ങളുടെ സമ്പത്തായി, ഞങ്ങളുടെ പണമായി, ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു പുതിയ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുന്നതിന് കർത്താവേ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ, നിൻ്റെ സമ്പത്തിൻ്റെ ഭണ്ഡാരം തുറന്ന് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്നിൽ പൂർണ്ണമായും അഭയം തേടുന്ന ഞങ്ങൾക്ക് ലജ്ജിക്കാൻ നീ ഇടവരുത്തത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തെന്നാൽ അങ്ങ് കരുണാമയനും ദയാലുവുമായ കർത്താവാണ്. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമാണ്. കർത്താവെ, അങ്ങ് ഞങ്ങളെ പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, അനന്തമായി സ്നേഹിക്കുന്ന കർത്താവായ ദൈവമാണ്. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളിലും നിൻ്റെ സഹായം ഞങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങൾ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ഇന്ന് ഞങ്ങൾക്കെല്ലാം കൊണ്ടും സുഭിക്ഷത അനുഭവിക്കാൻ ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും സുഭിക്ഷത നൽകി ഐശ്വര്യം പുനഃസ്ഥാപിച്ച് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സമ്പത്തിന്മേൽ നീ കരം വെച്ച് ഞങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും സമ്പത്ത് ഉപയോഗിക്കാൻ നീ ഞങ്ങളുടെ സമ്പത്തിനെ നീ വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും അവരുടെ കടബാധ്യതകൾ മാറാൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ കർത്താവേ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ സാമ്പത്തിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി, പുതിയ അനുഗ്രഹങ്ങൾ നൽകി, സാമ്പത്തിക ഭദ്രത നൽകി, ഉയർച്ച നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സുഭിക്ഷമായി നടത്താൻ അവിടുന്ന് തന്നെ നിങ്ങളെ സാമ്പത്തികമായി ഉയർത്തട്ടെ. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ അധ്വാനവും യാത്രകളും വിജയപ്രദമായി വരട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.